സങ്കീർത്തനങ്ങൾ അധ്യായം 134. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. കർത്താവിൻ്റെ ഭവനത്തിലും നമ്മുടെ ദൈവഭവനത്തിൻ്റെ പ്രാകാരത്തിലും നിൽക്കുന്ന കർത്താവിൻ്റെ വൃദ്ധന്മാരെ കർത്താവിൻ്റെ തിരുനാമം സ്തുതിപ്പിൻ. കർത്താവ് നല്ലവനാകയാൽ തന്നെ സ്തുതിപ്പിൻ. താൻ ദയയുള്ളവനാകൊണ്ട് തിരുനാമത്തിന് പാടുവിൻ. എന്തെന്നാൽ തനിക്കായി യാക്കോബിനെ, എന്തെനിക്ക് പ്രത്യേക നിക്ഷേപമായി ഇസ്രായേലിനെയും താൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മുടെ ദൈവം സർവ ദേവന്മാരെക്കാളും വലിയവനാകുന്നു എന്ന് ഞാൻ അറിയുന്നു. കർത്താവ് ഇഷ്ടപ്പെടുന്ന സകലവും സ്വർഗത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും സകല അഗാധങ്ങളിലും പ്രവർത്തിക്കുന്നു. താൻ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് മേഘങ്ങൾ കരയേറ്റുന്നു. താൻ മഴയ്ക്ക് മിന്നലുകളെ ഉണ്ടാക്കുന്നു. ഭണ്ണാകാരങ്ങളിൽ നിന്ന് കാറ്റുകളെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. താൻ മിസ്രയീമിലെ കടിഞ്ഞൂലുകളെ മനുഷ്യർ മുതൽ മൃഗങ്ങൾ വരെയും സംഹരിച്ചു. താൻ മിസ്രയീമിൽ ഫറവോന്റെ മേലും അവന്റെ സർവഭൃത്യന്മാരുടെ മേലും തന്റെ അടയാളവും അത്ഭുതങ്ങളും അയച്ചു. താൻ പല ജാതികളെ സംഹരിച്ചു. ബലമുള്ള രാജാക്കന്മാരെ കൊന്നു. അമോരിയാക്കാരുടെ രാജാവായ സീഹോനെയും ബാഷാനിലെ രാജാവായ ഓഗിനെയും സകല കനാന്യ രാജാക്കന്മാരെയും തന്നെ. അവരുടെ ദേശം സ്വജനമായ ഇസ്രായേലിന് അവകാശമായി കൊടുത്തു. കർത്താവേ, തിരുനാമം എന്നേക്കും നിന്റെ ഓർമ്മ തലമുറ തലമുറ വരെയും ഇരിക്കും. കർത്താവ് സർവജനത്തിനും ന്യായപാലനം ചെയ്യും. താൻ തൻ്റെ വൃത്യന്മാർ മൂലം ആശ്വസിക്കും. ജാതികളുടെ വിഗ്രഹങ്ങൾ മനുഷ്യ കൈവേലയായ വെള്ളിയും പൊന്നുമാകുന്നു. അവയ്ക്ക് വായുണ്ട്, അവ സംസാരിക്കുന്നില്ല. അവയ്ക്ക് കണ്ണുകളുണ്ട്, അവ കാണുന്നില്ല. അവയ്ക്ക് ചെവികളുണ്ട്, അവ കേൾക്കുന്നില്ല. അവയുടെ വായിൽ ശ്വാസവുമില്ല. അവയെ ഉണ്ടാക്കുന്നവരും അവയിൽ ആശ്രയിക്കുന്നവരും അവയെ പോലെയാകും. ഇസ്രായേൽ ഭവനക്കാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. അഹ്റോന്റെ ഭവനക്കാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ലേവിയുടെ ഭവനക്കാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിൻ്റെ ഭക്തന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. യെരൂശലേമിൽ അധിവസിക്കുന്ന കർത്താവ് സെഹിയോനിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.